السلام عليكم ورحمة الله. إفادة حديث كلاس 5 عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ليس الشديد بالسرعة إنما الشديد الذي يملك نفسه عند الغضب متفق عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ലൈസ ഷദീദു, ഒരു ശക്തനായ ആള്, ധീരനായ ആള്, ശക്തിയുള്ള ആളെന്ന് ചൊന്നെങ്കിൽ വലിയ കുസ്തിയാക്കിയിട്ട് ജയിക്കുന്ന ആളല്ല, കുസ്തിപ്പട്ടു അല്ല. ഇന്നമ ഷദീദുല്ലതി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, വലിയ കഴിവും കൂവത്തും ശക്തിയുമുള്ള ആൾ ആരെന്ന് ചൊന്നെങ്കിൽ അർസ പറമ്പ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുക സാധ്യത അവൻ ആറുണ്ട, അവനാണ് ഏറ്റവും വലിയ ശക്തൻ ചൊന്നിട്ടു ഹബീബായ നബി തങ്ങൾ പഠിപ്പാട്ട്. ഏറ്റവും മുന്തിയ ഏറ്റവും നല്ല ആശയമുള്ള ഒരു ഹദീസാണിത്. ഞങ്ങൾ ഇപ്പം ധീരനായ ആളാറ്, ശക്തിപ്പെട്ടു ആറിന് കേട്ടെങ്കിൽ വലിയ കുസ്തിയാക്കിട ആൾ, ഗലാട്ടാക്കു തരുന്ന ആൾ, അടിപിടിയാക്കു തരുന്ന ആൾ, അതിൽ ജയിക്കിട ആൾ, അല്ലെങ്കിൽ കബഡി കളിക്കോ തരുന്ന ആൾ, ഇങ്ങനെയുള്ള ചിലപ്പോൾ ഞങ്ങൾ ചൊന്നു പോകും. അതേ സമയത്ത് യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നബിത്തങ്ങ ചൊന്നത് അർത്ഥവത്താണ്. നബിത്തങ്ങ ചൊല്ല അവനുകൊന്നും ശക്തിയുള്ള ആളെന്ന് ചൊല്ലല. ശക്തിന്ന് ചൊന്നെങ്കിൽ അവൻ്റെ തടിയെ നിയന്ത്രിക്കുക ആവണം. അർസാൻ ചൊല്ലത് ചൂട്, മനുഷ്യരെ ചൂട്, തടിയിലുള്ള ഹറാറത്ത് ചൂടിങ്ങനെ അത് തിളക്കുമ്പോൾ ആണ് അവനക്ക് ഇങ്ങനെ അർസ ബണ്ട്. ആ ബണ്ട ടൈമിൽ അർസത്തെ നിയന്ത്രിക്കുക സാധ്യമാവണുണ്ടാ. മനുഷ്യക്ക് അർസ ബന്നെങ്കിൽ ശൈത്താൻ അവൻ്റെ കൊണ്ട് കളിക്കുവാണ്ട. സാധാരണ ചെറിയ മക്ക ബോൾ പിടിച്ചിട്ട് ഇങ്ങനെ അതിൽ അങ്ങക്ക് വേണായ പോലെ ഉരുട്ടിട്ട് കളിക്കും പോലെ അർഷ ബന്ന മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശൈത്താൻ ഏതെല്ലാം രൂപത്തിൽ ഉരുട്ടിട്ട് കളിക്കും. അവನಿಗೆ എന്തൊരു ചൊല്ല് എന്തൊരാക്കിക്കൊണ്ടുള്ളവരെ ಗೊತ್ತಾവಲ್ಲ. ചിലപ്പോൾ അർഷത്തെ കൊണ്ടുറുമൽ സ്വന്തം പെഞ്ഞായിരൊട്ടിಗೆ ಬಂದ അർഷത്തിൽ പെഞ്ഞായിമാരെ തൊലാക്ക് ചൊന്നിട്ട് ഖേദിച്ചെങ്കിൽ എത്ര ആൾമാരുള്ളാറ്. പിന്നെ മസാല കേക്കോ വന്നിട്ട് ഞാൻ അർഷത്തിൽ ചൊന്നരേ തൊലാക്കണം, അർഷ ഇല്ലാണ്ട് ആരെങ്കിൽ പിർസത്തിൽ തൊലാക്ക് ചെല്ലേണ്ടുണ്ടാ. പക്ഷേ ഈ അർഷത്തെ ഈ പോർസിലും തൊലാക്ക് വരെ ചൊന്നുപോയാൽ ഓൻ്റെ പെഞ്ഞായി 3 തൊലാക്കും ചൊല്ലതോടു കൂടെ ഓൻ്റെ തൊലാക്ക് പോയത്. അപ്പോൾ അർസത്തിൽ നീ തൊലാക്ക് ചൊല്ലുക തീരുവാണ് കേട്ടപ്പോൾ അവൻ ചെന്ന ഉസ്താദ് 3 തൊലാക്കല്ല 3000 തൊലാക്ക് എന്തിനെങ്കിലും ആ ടൈമിൽ ഞാൻ ചൊന്നു പോവാത്താൻ. അപ്പോൾ അങ്ങനത്തെ അർസ വന്നിടണം. അപ്പോൾ അർസ വന്നെങ്കിൽ മുസീബത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാണ്ട് അതിലൊരു ലാഭമില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ ചൊല്ലുക, അർസ വന്നപ്പോൾ ശരീരത്തെ നിയന്ത്രിക്കുക ആർക്ക് സാധ്യ അവിടെ അവനാണ് യഥാർത്ഥത്തിൽ ശക്തിയുള്ളവൻ. സാധാരണ ഞങ്ങൾ ചില ഔത്തുക്ക് പോയെങ്കിൽ അവിടെ എഴുതി വെച്ചിക്കിട് കച്ചുവനായി ഇത് എച്ചരിക്കാൻ. അതിരാട്ടി വലിയ ഡേഞ്ചറിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണായ ഒരു വിഷയമാണ് കോപ്പവണ്ട അർസവണ്ടെങ്കത്തെ മനുഷ്യന്മാരുള്ള ജാഗ്രത ആക്കറും ചൊന്നിട്ട് അതിരാട്ടി ഡേഞ്ചറാണിത്. അതുകൊണ്ട് അർസ പറഞ്ഞു കൂത്തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഒരു സ്വഹാബി വന്നിട്ട് ഒരു മനുഷ്യ വന്നിട്ട് കേക്കിട്, നബിയെ ഔസിനി നക്ക് നിങ്ങൾ വസിയത്താക്കറും. അപ്പം ഈ മനുഷ്യ തെല്ല അർസ പണ്ട ആള്. അപ്പം അയാളെ മാനസികാവസ്ഥ, അയാളെ എല്ലാ അവസ്ഥാവിശേഷം അറിഞ്ഞ നബി തങ്ങ അയാളൊട്ടിക്ക് ചൊല്ലു ലാ തഗ്ലബ്, നീ അർസ പറഞ്ഞു കൂത്തീറാണ്. അയാൾ ചെമ്മവട്ട ഔസിനി ചൊല്ലു നക്ക് നബി വസിയത്താക്കറു. നീങ്ങായി നബി തങ്ങളൊട്ടിക്ക് എത്ര വട്ടം ഇയാൾ കേൾത്ത അത്ര വട്ടം നബി തങ്ങൾ ലാ തഗ്ലബ് കൂടെ ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കുകൊണ്ടു. ഞങ്ങളൊട്ടിക്ക് ഒരു 2 വട്ടം കേട്ടിരെങ്കിൽ 3 വട്ടം കേട്ടിരെങ്കിൽ ഞങ്ങൾക്ക് അർസവറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനഃശാസ്ത്രം നോക്കുക, ഇയാളെ ഏത് രൂപത്തിൽ തിದ್ದോനുണ്ട് നബി തങ്ങൾ ഗൊന്തുണ്ട്. നബി തങ്ങളൊട്ടിക്ക് ഫറദ്ദദ മിറാറൻ ചൊന്നിട്ട് ഹദീസിലെ കിതാബിൽ കണ്ടു. എത്രമാവട്ടം ഇയാൾ കേർത്ത് എന്നിട്ടും കൂളായിട്ട് അർസ വരാണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുന്തിയ സ്വഭാവ അഹ്സനുന്നാസി അഖ്ലാഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന അയാളൊട്ടിക്ക് ലാ തഗ്ലബ്, നീ അർസ പറഞ്ഞു കൂത്തിറാണ്ട്. അതുകൊണ്ട് അർസ വന്നെങ്കിൽ യാതൊരു ഫായിദവും ഇല്ല, യാതൊരു ഉപകാരവും ഇല്ലാണ്ടാണ്. അതുകൊണ്ട് പിന്നൊരുത്ത അർസ പറമ്പ നക്ക് അർസ പറഞ്ഞു കൂത്തീറ. അങ്ങനെ അർസ നക്ക് വന്നില്ലാണ്ടായെങ്കിൽ ആ പ്രശ്നം അവിടേക്ക് തണ്ടാവുള്ളൂ. രണ്ടാളും കൂടി അർസ പറയുമ്പോഴാണ് പ്രശ്നം അവിടെ. നീനും ചൊല്ലുമ്പോൾ ഓൺ അതിരാട്ടി അപ്പുറത്താവും, നിൻ്റെ അബ്ബാൻ ചൊല്ലെങ്കിൽ ഒരവസ്ഥ ഉണ്ടാവുക കൂത്തീറ. അപ്പോൾ പിന്നൊരുത്ത അർസ വന്നിട്ടുണ്ടായെങ്കിൽ അവൻ നണ്ടൊട്ടിക്ക് അർസ കാട്ടിട്ടുണ്ടായെങ്കിൽ നാണ് അർസത്തെ പിന്നെ നിയന്ത്രണം ആക്കണമെങ്കിൽ ഒരവസ്ഥ. 2 കൈ കൂടിയെങ്കിലല്ലേ ചപ്പാലെ ഉണ്ടാവിടെ. അതുകൊണ്ട് രണ്ടാളും കൂടി അർസ വന്നെങ്കിൽ ഒരവസ്ഥ ഉണ്ടാവണ്ട. അവൻ അർസ വന്നിട്ട് അവൻ്റെ ഹാൾക്ക് പോവാം. നക്കർസ വന്നില്ലാണ്ടായെങ്കിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ സംഭവത്തിൽ ഇങ്ങനെ കാണ്ട്. അബൂ ഹനീഫ ഇമാമിൽ ഒരാൾ ചെമ്മ അർസ വർപ്പാട്ടിത്ത്, ചെമ്മ പറഞ്ഞിത്ത്, ചെമ്മ ആക്ഷേപിച്ചിത്ത്, അങ്ങനെ ബുഡ്രയില്ല തെറു നടക്കോ ബുഡ്ലെ മൂപ്പര വർഗത്തെ പോണ്ടേ ഇങ്ങനെ പറഞ്ഞോണ്ടും ആക്ഷേപിച്ചോണ്ടും ചീത്ത പറഞ്ഞോണ്ട് പോണ്ടേ. അങ്ങനെ കുറേ പോയിട്ട് അബൂ ഹനീഫ ഇമാം ഔത്ര ഉൾഗവൈത്ത് ബായിലടച്ചിത്ത് ഓണ് പറത്ത് നിന്നിട്ട് ഇങ്ങനെ അർസ പറപ്പാട്ടിക്കൊണ്ടുള്ള പറഞ്ഞുകൊണ്ടുള്ള. അപ്പം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ഉത്തര കൊടുക്കില്ല അവനു. അപ്പോൾ ഓണിಗೆ ಬೇಜಾರೈತಿ പറയിട ಅವನು കേട്ട തൗദ്ദൂനനി കൽബൻ നണ്ടെന്തേ നിങ്ങൾ നായിൻ്റെ പേരിച്ചിടാറാണ് ചെന്നെങ്കിൽ ഓണ് മാത്രമല്ല മുണ്ട അപ്പുറത്തെ യാതൊരു പ്രതിക്രിയ വന്നോണ്ടില്ല. മതിലൊട്ടിക്ക് മുണ്ടിയ പോലത്തെ വിഷയം എന്ത് മുണ്ടില്ല. അപ്പം ഓണു പിന്നെ അർസം വന്നെ നായിൻ്റെ പേരിച്ചിടാറ് നീങ്ങാണ്ട് കേട്ട. അപ്പം ഫക്കാല മിന്ദാഖിലിദ്ദാർ ഇമാം അബൂ ഹനീഫ ഔത്ര ഉൾഗത്ത് നിന്നിട്ട് ചൊന്തു നാം അതെ
അതെ ഒക്കു അങ്ങനെ ബേർച്ചിടെ കൊറക്കട നായിക്ക് ഉത്തര കൊടുക്കുക പോയെങ്കാവ അത് ചെല്ലലോട് കൂടെ അവൻ തിരിഞ്ഞു പോയാണ്ട. അപ്പം നോക്കറു രണ്ടാൾക്കും കൂടി അർസ വന്നെങ്കിൽ പിന്നെ കേൾക്കണ്ട. അതുകൊണ്ട് ഒരാൾക്ക് അർസ വരുമ്പോൾ നല്ലൊട്ടിಗೆ ಅವನು ಅರ್ಸ ಕಾಟುമ്പോൾ ನಾನು ನಿಯಂತ್ರಿಕ್ಕಡಂಕೆತ್ತ ഒരു ശക്തി നക്കുണ്ടാവണം. അപ്പോൾ അനഗത്യ ജാഗയിൽ ഒരിക്കലും അർസ പറഞ്ഞു തീര. വ്യക്തിപരമായ വിഷയത്തിൽ നമുക്ക് അർസ പറഞ്ഞു തീര. നല്ല സ്വഭാവ നല്ല ഒരു ക്ഷമയെല്ലാം നമുക്ക് വേണം. അതേ സമയത്ത് അർസ ഭരണായിക്കത്തെ ജാഗൽ ദീനുക്ക് എന്തെങ്കിലും ഇവിടെ കോട്ടവുണ്ട്, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് കോട്ടവുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ പിന്നെ വേറെന്തെങ്കിലും വ്യക്തിപര അല്ലാത്തങ്കത്തെ വിഷയത്തിൽ അർസ ബണ്ട് പിന്നെ പ്രശ്ന ബണ്ട് ഉണ്ടാകുമ്പോൾ അവിടെ ഞങ്ങൾ എന്താക്കണം, അവിടെ ശബ്ദിക്കണം, അവിടെ ഫിത്തന ബണ്ട് അല്ലെങ്കിൽ ബടക്കെല്ല പ്രത്യക്ഷമായിട്ടുണ്ടു അവിടെ ഞങ്ങൾ ശബ്ദിക്കണം, അവിടെ ഞങ്ങൾക്ക് അർസ പറഞ്ഞ അവിടെ സാത്വിക അർസ ಅಂತ ಆಯ್ಕೆ ചൊല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്തു മനിസ്തുഗ്ലിബ വലം യഗ്ലബ് ഫഹുവ ഇമാറുൻ. ഒരാൾ അർസ്ത ഭർണായിക്കത്തെ ജാഗയിൽ അർസ ಬಂದಿಲ್ಲ ಅಂತ ಹೆಂಗೆ ಅವನು ಕತ್ತೆಗೆ ಸಮಾನ ಅಂತಾನೆ. ಇಮಾಮ್ ಶಾಫಿ റളിയല്ലാഹു അൻഹു കത്തെരെ പോലെ ആക്കിയിട്ട് ഒരാളെ പെഞ്ഞയിലൊരുത്ത നോക്കട, അവളൊട്ടിಗೆ ಮುಂಡ್ರ, ಅವಳೊಟ್ಟಿಗೆ ಫೋನ್ ಬಿಳ್ಚೊಂಡುള്ള. അപ്പം ഈ ഷണ്ട മാപ്പിലേക്ക് ഒരു വിഷയമല്ല, അവನು ಬಿಲ್ಚಂಗೆಂದು ಫೋನ್ ಬಿಳಿಕಟ್ಟು പോകട്ടെ നക്കൊരു ತೊಂದರೆ ಇಲ್ಲ ಅಂತ ചൊല്ല ರೂಪത്തിൽ ഇന്നെങ്കിൽ അവನು കത്തെಗೆ സമാന അർസ ഭർണായിക്കത്തെ ജാഗയാണത്. അതുകൊണ്ട് അർസ ഭർണായോടെ അത്യഗത്യ ജാഗയിൽ അർസ പറഞ്ഞു, അല്ലാത്ത ഒരു ജാഗയിലും നീക്ക് അർസയ്ക്കൊക്കെ തീരാണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ വെളിപ്പാട്ട് ലൈസ ഷദീദു ബിസ്സുറഅ ഇന്നമ ഷദീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.